നമസ്കാരം പ്രേക്ഷകരെ, ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാനിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. ഞാനിവിടെ 65 വയസ്സുള്ള പ്രേമലത എന്ന ഒരു അനാഥയായ അമ്മ ഈ മെഡിക്കൽ കോളേജിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നാട്ടുകാരും പ്രവർത്തകരും എല്ലാം വിളിച്ചറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. അപ്പോൾ അന്തേവാസിയെ ഏറ്റെടുത്ത് നമ്മുടെ സ്നേഹഭവനം വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സുഖവിവരങ്ങൾ, അമ്മ എന്താണ് ഇവിടെ എത്തിപ്പെട്ടതെന്നും നമുക്ക് അമ്മയോട് ചോദിച്ചെന്ന് മനസ്സിലാക്കാം. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 68 വയസ്സ് അല്ലേ? പേരെന്താണ് അമ്മയുടെ? പ്രേമലീല. പ്രേമലീല എന്ന പേര് അല്ലേ? എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? എന്ത് ജോലിയാണ്? മൃഗസംരക്ഷണ വകുപ്പിൽ അറ്റൻഡറായിട്ട്. മൃഗസംരക്ഷണ ഇതിൽ അറ്റൻഡറായിട്ട് ജോലി ചെയ്തു. 27 വർഷം ജോലി ചെയ്തു. 27 വർഷം ജോലി ചെയ്തു. അവിടുന്ന് റിട്ടയർഡായി എത്ര വർഷമായി? റിട്ടയറായിട്ട് 2010 റിട്ടയർഡായി. അപ്പോൾ അമ്മ കല്യാണം കഴിച്ചിട്ട് മക്കളൊന്നുമില്ല? ഇല്ല. അമ്മ ഒറ്റയ്ക്ക് വീട്ടിലായിരുന്നോ? അതെ. ഇവിടെ ആരാ കൊണ്ടുവന്നത്? ഇവിടെ ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ 2 നായ്ക്കളുണ്ടായിരുന്നു. അതിൽ ഒരുത്തം ആയി. അപ്പോൾ ഒരാളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗേറ്റ് 2 ഗേറ്റാണ്. ഒന്ന് കാറ് കയറ്റാളവും മറ്റതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഡെയിലി ഒന്നും തുറന്നു വിടാറില്ല, എല്ലാം അടച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഗേറ്റൊക്കെ പൂട്ടിയിരുന്നു, എന്നാൽ സിറ്റ് ഔട്ടും പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് രസം ഇറച്ചി വാങ്ങിയിരുന്നു. അപ്പോൾ അത് വെച്ചൊക്കെ ചെയ്തതിന് ശേഷം ബെഡ് കുറച്ച് കനമുള്ളതായിരുന്നു. ബെഡുമ്മ കയറി കിടന്നോ എന്തോ ഓർമ്മല്ല. അങ്ങനെയാണ് എൻ്റെ ചന്തി അടിച്ച് വീണ് ഇവിടെ ബ്രസ്റ്റിനൊക്കെ പറ്റി. ബ്രസ്റ്റൊക്കെ ഉണങ്ങി. പക്ഷേ മറ്റേന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ചികിത്സയാണ്, നീരിൻ്റെ. അപ്പൊ അങ്ങനെ അവിടെ മനോരമ പേപ്പർ ഇടുന്നുണ്ട് 23 വർഷമായിട്ട്. അപ്പൊ അവൻ പേപ്പർ ഇടാൻ വന്നപ്പോഴാണ് എൻ്റെ ഞരക്കലും മൂളലും കേട്ടിട്ട് പുറന്തൊക്കെ അറിയിച്ചത്. അങ്ങനെയാണ് ഹെൽത്തിൽ നിന്ന് ആൾ വന്നതും പഞ്ചായത്തിൽ നിന്ന് ഇടപെട്ട് എന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ്, വലിയ മെഡിക്കൽ കോളേജിലല്ല, അതിൻ്റെ ഇടയിൽ ഒന്നുണ്ട്, അവിടെ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ നിലമ്പൂർ കൊണ്ടുപോയി. അതിൻ്റെ ശേഷമാണ് എനിക്ക് ബോധമൊക്കെ വന്നത്. അതിൻ്റെ ശേഷം ഇങ്ങനെ ഈ കാലിന് പിന്നെ ഇത് ഉണ്ട്, അതുകൊണ്ട് അത് നിർത്താൻ പറ്റില്ല, നടക്കാൻ കഴിയില്ല. അതെ. ഇപ്പൊ എങ്ങനെയുണ്ട്? നടക്കാനൊന്നും പറ്റില്ല, കാല് പാദം പോയി. നടക്കാൻ ഇവര് പറയുന്നത് ഉണങ്ങും, പക്ഷെ ദിവസങ്ങളോളം മാസങ്ങളോളം കടന്ന് നീര് നമുക്ക് നോക്കാം, ശ്രമിക്കാം കേട്ടോ. അല്ലാതെ ഇഞ്ചക്ഷൻ എടുക്കാം നമുക്ക്. പൂർണ്ണമായിട്ട് സമ്മതമല്ലേ അനാഥ മന്ദിരത്തിൽ വരുന്നതില്? സമ്മതമാണ്. കാരണം വേറെ ആരും പരസ്പരത്തിന് ഇല്ലാത്തത് കൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റിയെങ്കിൽ ജീവിക്കാന്നുണ്ടായിരുന്നു. പക്ഷെ അതെ, ഒരു സൈഡ് പോവുകയും ചെയ്തു. കാലിന്റെ പാദം ഇതുപോലായി. ഇതിലും വലിയ അവസ്ഥകൾ വരില്ലേ? അപ്പൊ ആള് വേണ്ടേ? അപ്പൊ നമുക്ക് ഇതിലേക്ക് പോകുന്നത് തന്നെ നല്ലത് അല്ലേ? പൂർണ്ണ സമ്മതമല്ലേ എനിക്ക്? സമ്മതം. ശരി, വിഷയിക്കണ്ട. മക്കളെ പോലെ ഞങ്ങളൊക്കെ ഇല്ലേ? വിഷയിക്കണ്ട കേട്ടമ്മ. ഓക്കെ. പ്രേക്ഷകരെ നമസ്കാരം, ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. അപ്പോൾ അമ്മയുടെ സുഖവിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ അമ്മേനെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.